തോട്ടുമുഖത്ത് എന്റെ പ്രസംഗമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അവിടെ എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്കറിയാം. വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ കൃത്യമായി ഞാൻ എഴുതിയെടുത്തിരിക്കുന്ന ഈ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിക്കാത്ത കാര്യം പറഞ്ഞാൽ, പക്ഷെ ഞാനത് നിഷേധിക്കാനും തയ്യാറില്ല. അവർ പറഞ്ഞ വാദം നിഷേധിക്കാൻ തയ്യാറില്ല. പക്ഷേ ആ പ്രസംഗം ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. CD പരിശോധിക്ക്. ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന്, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് ആ CD ഒന്ന് കേൾപ്പിക്കേ, ഒന്ന് കേൾപ്പിക്കേ. ആ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ? മലക്കുകള് ഇല്ല ഇരിക്കട്ടെ, മലക്കുകള് ഇവിടെ മഴ പെയ്യിക്കുന്നത് മലക്കാണ്, അതുകൊണ്ട് മലക്കിനോട് ചോദിക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അല്ല ചോദിക്കട്ടെ, ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറ. ഇവിടെ ജിന്നിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ലബദാരിമി തന്നെ പരിശോധിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി സദസ്സോ സ്റ്റേജിലുള്ള മറ്റുള്ളവരോ അല്ല ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. ഈ വിഷയം ലബദാരിമിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. പരിശോധിക്കാൻ അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ബാക്കി സമയം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുന്നതുമാണ്. ഇതുവരെ സംസാരിച്ച സമയം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എത്ര സമയം ബാക്കിയുണ്ടോ അത് അദ്ദേഹത്തിന് കൊടുക്കും. CD ഇപ്പോൾ പരിശോധിക്കുകയാണ്. പരിശോധിക്കാൻ ലാപ്ടോപ്പുകൾ എടുത്തു വെക്കേണ്ടതാണ്. സദസ്സ് നിശബ്ദമാവുക. സദസ്സ് നിയന്ത്രിക്കാൻ ഇവിടെ മധ്യസ്ഥന്മാരുണ്ട്, വളണ്ടിയർമാരുമുണ്ട്. അതുകൊണ്ട് പരസ്പരം നിങ്ങൾ സംസാരിക്കരുത്. ദയവേത് ഇത് അവസാനിക്കുന്ന സമയമാണ്. ഭംഗിയായി അവസാനിപ്പിക്കുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. മൗലവിയുടെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് മൗലവി പറഞ്ഞു എന്നാണ് പ്രതിപക്ഷം വാദിച്ചത്. ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് മൗലവി ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് മൗലവി പറഞ്ഞത്. പാടില്ല എന്നാണോ പറഞ്ഞത്? അതാണോ പറഞ്ഞത്? ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. പാടില്ല. ഇതെന്താ കേൾക്കണത്? ഇതേ രൂപത്തിലുള്ള സുന്നികൾ ജിന്നിനോട് പാടില്ല. ഞാനത് അംഗീകരിക്കാണ്. ഇന്നെന്തിനാ കൽപ്പിക്കുന്നത്? എന്നാ പിന്നെ സക്കരിയ മുശ്രിക്കാണോ എന്ന് പറയണം. അല്ല, ഇതൊക്കെ സാധാരണ സമയങ്ങളിൽ അവസാന സമയമാകുമ്പോഴുണ്ടാകാവുന്ന ഒരു പ്രയാസമാണ്. അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പിന്നെ എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കണം. കാരണം ഇത് സ്വാഭാവികമാണ്. ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രീതി ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരിയല്ല. ഏതായിരുന്നാലും മൗലവിയുടെ വാദം ജിന്നുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തുടർന്ന് അദ്ദേഹത്തിനോട് 5 മിനിറ്റ് സംസാരിച്ച് അവസാനിപ്പിക്കുന്നതിനുള്ള ഇവിടെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി. ലബദാരിമിക്ക് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംശയം വന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു വിഷയം ഇവിടെ പറഞ്ഞു പോയത്. അദ്ദേഹം തന്നെ അത് തിരുത്തിയിരിക്കുന്നു. പരിപാടിയുടെ അവസാനമാവുമ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ ഉണ്ടാവുന്ന വിഭ്രമത്തിന്റെ ഒരു ഭാഗമെന്നേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടതുള്ളൂ. അദ്ദേഹത്തിന് ബാക്കിയുള്ള 4 മിനിറ്റ് നേരം അദ്ദേഹം പ്രസംഗിക്കുന്നതാണ്. അതിന് ക്ഷണിച്ചുകൊള്ളുന്നു.